ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിന്നൊരു ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ നൈറ്റി മെറ്റീരിയലാണ്. നമ്മൾ 3 മീറ്ററിൽ നൈറ്റി ബിറ്റ് വാങ്ങിക്കൂലേ, അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് ഇത് കേട്ടോ. ഒരു ബിറ്റാണ്. അപ്പോൾ 3 മീറ്ററിൽ വന്നത്. അപ്പോൾ നമുക്ക് ഇതിലാണ് ഒരു ഫ്രോക്ക് നൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് മാത്രം ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് യോക്ക് ഭാഗം വരുന്ന രീതിയിലിട്ട് മടക്കിയിട്ടിട്ട് നമുക്കിതിനകത്ത് എല്ലാം അടയാളപ്പെടുത്താം കേട്ടോ. അപ്പോൾ നെയ്റ്റി നമ്മൾ മടങ്ങിയിരിക്കുന്ന രണ്ടായിട്ട് മടങ്ങിയിരിക്കുന്ന രീതിയിലാണല്ലോ അത് നെയ്റ്റി പീസ്. അതിനെ ഞാൻ ഒന്നും കൂടി മടക്കി ഇത് 4ആക്കി മടക്കിയിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ചുളിവൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നിവർത്തിയിടാം. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡറും കൈക്കുഴിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ അതേ ഞാനതൊക്കെ ഒന്ന് കറക്റ്റാക്കി ഇട്ടിട്ടുണ്ട്. എന്നാലും ചെറിയൊരു ചുളുക്കുണ്ട്, അത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഷോൾഡർ ആദ്യം തന്നെ അടയാളപ്പെടുത്താണ് കേട്ടോ. ഷോൾഡർ വന്നത് 7.5 അടയാളപ്പെടുത്തുന്നത്. പിന്നെ 7.5 തന്നെ നമ്മൾ കൈക്കുഴിയും അടയാളപ്പെടുത്താൻ കേട്ടോ. അപ്പോൾ അത് നമുക്ക് നെയ്റ്റിക്ക് ഇടാനുള്ളതാണല്ലോ. അപ്പോൾ കൈക്കുഴിയൊക്കെ ഒരുപാട് ഇറുകിയിരിക്കേണ്ടതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു 7.5 കൈക്കുഴി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കസ്റ്റമറുടെ ചെസ്റ്റ് വരണം വന്നത് 35 അപ്പോൾ നമ്മൾ നെയ്റ്റിയും ഇതൊക്കെ വരുമ്പോൾ നമ്മൾ 5 ഇഞ്ച് ലൂസ് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ 35ൻ്റെ കൂടെ 5ഉം കൂടി ഇടുമ്പോൾ നമുക്ക് 40 ഇഞ്ച് കിട്ടണം. അപ്പോൾ 40 ഇഞ്ചിൻ്റെ 4-1 ഭാഗം 10 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പോൾ ഒരു 1.5 ഇഞ്ചും കൂടി അടയാളപ്പെടുത്താം കേട്ടോ. പിന്നെ നമുക്ക് ഷേപ്പ് വന്നതൊരു 13.5 ഇഞ്ചിൽ അടയാളപ്പെടുത്താണ്. അപ്പോൾ ഇവരുടെ ഷേപ്പ് വന്നത് 32 ഇഞ്ചാണ്. അപ്പോൾ അതും നമുക്ക് 35 ഇഞ്ച് 30 ഇഞ്ച് ഷേപ്പ് വരും, 35 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ 4-1 ഭാഗം 17.5 പകുതി. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ടേപ്പ് 4ആക്കി മടക്കിയെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമ്മുടെ കണക്കൂട്ടിൽ ശരിയായിരിക്കും. അപ്പോൾ അത് 8.75 അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും ഞാൻ ഷേപ്പ് അടയാളപ്പെടുത്തിയിട്ടാണ്. പിന്നെ നമുക്ക് ലെങ്ത്ത് എന്തോരം വേണം എന്നുള്ളതാണ് അടയാളപ്പെടുത്തേണ്ടത്. ലെങ്ത്ത് വന്നിട്ട് ഇവരുടെ 48 ഇഞ്ച് വേണം. 52 ഇഞ്ചാണ് നെയ്റ്റി ലെങ്ത്ത്. അപ്പോൾ 52 വേണ്ട. അത് കുറച്ച് ഫ്രോക്ക് നെയ്റ്റി ആകുമ്പോൾ നെയ്റ്റിയുടെ അത്രയും ഇറക്കം വേണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത് ഒരു 38 ഇഞ്ചിൽ ലെങ്ത്തിൻ്റെ ബോഡി ആദ്യം കട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ അടിയിൽ നമ്മളൊരു 10 ഇഞ്ച് വീതിയിൽ പ്ലീറ്റ് കൊടുത്താണല്ലോ ചെയ്യണേ. അപ്പോൾ ആ ഇറക്കവും കൂടി നോക്കിയിട്ട് വേണം നമ്മുടെ ലെങ്ത്ത് എത്രയാണോ എന്ന് അടയാളപ്പെടുത്താൻ. അപ്പോൾ എത്രയാണോ ലെങ്ത്ത് വേണ്ടതിൻ്റെ അതിൻ്റെ 10 ഇഞ്ച് കുറച്ച് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ബാലൻസ് വന്നത് കൊണ്ടാണ് നമ്മൾ അടിയിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 38 മാർക്ക് ചെയ്യുകയാണ്. 38 മാർക്ക് ചെയ്യുമ്പോൾ 10 ഇഞ്ച് കൂടി കഴിയുമ്പോൾ 48 ഇഞ്ച് ലെങ്ത്ത് ഇതിന് കിട്ടുമല്ലോ. അപ്പോൾ ഇത് 48 ഇഞ്ച് ലെങ്ത്ത് മതി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വന്നത് അതനുസരിച്ച് ഒരു 10 ഇഞ്ച് കുറച്ചിട്ടിട്ട് ഇത് കട്ട് ചെയ്യാം. അപ്പോൾ 10 ഇഞ്ചിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്യണത് കേട്ടോ. ഇതിപ്പോൾ ഞാനിത് 38 ഇഞ്ചിൽ ഇത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയും കൂട്ടിയിട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. നമ്മുടെ അടിയിൽ നമ്മൾ പ്ലീറ്റ് ഇടുന്ന ഭാഗം ജോയിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അതും കൂടിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ടിട്ട് ഞാനിത് ഇവിടെ ഇതിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തിയത് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ ഷേപ്പ് വരച്ചേക്കണ ഭാഗത്തേക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ചരിച്ചിട്ട് അതും കട്ട് ചെയ്ത് കൊടുത്താൽ മതിയിട്ടാണ്. ഈ ഭാഗത്ത് നമ്മൾ ചെസ്റ്റും ഷേപ്പൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് അടിയിൽ നിന്ന് ചരിച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കൈക്കുഴി കട്ട് ചെയ്ത് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യണം. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്താലും മതി. ഇപ്പോൾ ചെയ്യണമെന്നുള്ളവർക്ക് ഇപ്പോൾ ചെയ്യാം കേട്ടോ. ഞാനത് ഷോൾഡറൊക്കെ അടിച്ച് ചെയ്യുമ്പോഴാണ് കൈക്കുഴി ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്യണം കേട്ടോ. ഇതിനിപ്പോൾ ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്തില്ല എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. നെയ്റ്റിക്കൊക്കെ നമ്മൾ ചിലർക്കൊക്കെയാണ് അങ്ങനെ നിർബന്ധമുള്ളൂ. ഷോൾഡറൊക്കെ അങ്ങനെ വേണം. ഇത് വന്നിട്ട് ആ ബാലൻസ് നമ്മുടെ ലെങ്ത്തിൽ വന്ന ബാലൻസ് പീസാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിത് ഈ ഭാഗത്ത് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ പോണത്. അപ്പോൾ അത് നമുക്ക് അടിയിലെ ഭാഗം കുറച്ച് ലെവലല്ലാത്തതുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് കളയാം കേട്ടോ.
എന്നിട്ട് ഇത് 4 നമുക്ക് മടക്കിയെടുക്കാം. അപ്പം 4 മടക്കുമ്പോൾ നമുക്ക് അത് 4 പീസായിട്ട് കിട്ടൂല. അപ്പോൾ ഈ 2 പീസ് ബാക്കിലും ഫ്രണ്ടിലും ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഫ്ലീറ്റ് വേണ്ടാന്നുള്ളവർക്ക് 1.5 പീസ് വീതം കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബാലൻസ് പീസ് വന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്ത് എടുക്കാന്ന് ചെയ്ത് ചെറിയ സ്ലീവാണ് കേട്ടോ കിട്ടുള്ളൂ. നമ്മൾ 3 മീറ്റർ തുണിയാണല്ലോ ഉള്ളൂ. അപ്പോൾ ചെറിയ സ്ലീവാണ് കിട്ടുള്ളൂ. പിന്നെ 3/4 വേണം എന്നുള്ളവർക്ക് അതിനനുസരിച്ച് തുണി കൂടുതൽ എടുക്കേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ 5 ഇഞ്ച് കൈവണ്ണം 1.5 ഇഞ്ച് ഇട്ടിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ കൈയുടെ ഈ ഭാഗത്ത് ചെറിയൊരു ജോയിൻ്റ് പോലെ ചെയ്ത് കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടെ ലെങ്ത്ത് കിട്ടും. അപ്പോൾ ഇവർക്ക് ഈ ഭാഗം ഒരു ചെറിയൊരു ജോയിൻ്റ് പോലെയുള്ളൂ. അത് ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പോയിക്കോളും. അല്ലെങ്കിൽ ചെറിയൊരു ജോയിൻ്റ് അവിടെ കൊടുത്താൽ മതി കേട്ടോ. ഇനി ലെങ്ത്ത് കുറച്ചുകൂടെ വേണം എന്നുള്ളവർക്ക് നമുക്ക് ബാലൻസ് പീസ് ഇങ്ങനെ വെച്ചിട്ട് ഒരു 2 ഇഞ്ച് ലെങ്ത്തും കൂടി വേണമെങ്കിൽ കൊടുക്കാം. ഇതുപോലെ ഒരു പീസും കൂടി ഉണ്ട്. അപ്പോൾ അധികം ലെങ്ത്ത് വേണം, ഇത്രയും തുണി ഉള്ളൂ എന്നുള്ളവർക്ക് അങ്ങനെ 2 ജോയിൻറ്റ് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ജോയിൻ്റ് കൊടുക്കണുള്ളൂ. 2 കൈക്കും ഒരേ ജോയിൻറ്റ് വീതം കൊടുക്കണുള്ളൂ. നമുക്ക് 2 ജോയിൻറ്റ് വീതം കൊടുത്താൽ കുറച്ച് 3/4 പോലെ ലെങ്ത്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി വന്നിട്ട് നെക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ഷോൾഡർ ജോയിൻ്റ് ചെയ്തിരിക്കുകയാണല്ലോ, അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ ഈ വർക്ക് വന്ന പീസ് ഫ്രണ്ടിൽ മാത്രം വർക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിനകത്ത് തന്നെ നമ്മൾ ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് മാറിപ്പോകും. അപ്പോൾ അത് വർക്കുള്ളതാണ് ഇങ്ങനെ നോക്കിയിട്ട് ചെയ്യാം. ഇത് ഞാൻ 5 ഇഞ്ച് ലെങ്ത്തും 2.5 ഇഞ്ച് വൈഡും ഇട്ടിട്ട് ആണ് ഇത് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം വേണമെങ്കിൽ ബോക്സ് പോലെ വരച്ച് കൊടുക്കാം സ്ക്വയർ. എന്നിട്ട് നിങ്ങൾക്കത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എളുപ്പമുണ്ട് റൗണ്ട് കൊടുക്കാം. ഞാൻ ഇത് റൗണ്ടിനൊക്കെയാണ് കൊടുക്കുന്നത്. 5.5 ഇഞ്ച് ലെങ്ത്തും 2.5 ഇഞ്ച് വൈഡുമാണ് കൊടുത്തിരുന്നത്. പിന്നെ വീട്ടിലിരുന്ന ഇതായതുകൊണ്ട് ഒരുപാട് കഴുത്ത് മലന്നിരിക്കാതിരിക്കുകയാണല്ലോ നല്ലത്. അപ്പോൾ ബാക്കിനേക്ക് വന്നിട്ട് ഒരു 2 ഇഞ്ച് ലെങ്ത്താണ് കൊടുക്കുന്നത്. അപ്പോൾ അതും കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പ് നീതിയുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ഇതിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു.